വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. ഐ എം ധന്യ ജോർജ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് മെയ് 21 തേഴ്സ്ഡേ ആണ്. ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ XIUSD ഒരു ട്രെൻഡ് എന്താണ്, എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ള നമ്മളുടെ ഒരു അനാലിസിസ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ പോലെ തന്നെ ഈ ഒരു അനാലിസിസ് പോലെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ്, ഒരു റെഫറൻസ് വീഡിയോ മാത്രമാണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിൽ മാത്രമായിരിക്കണം. ഇന്നലത്തെ ഒരു മൂവ്മെന്റും അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി ഏകദേശം ഒരു 9 o'clock വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിന്റെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മെയിൻലി ഇത് ഇൻട്രാഡേ ട്രേഡിങ്ങിനും അതുപോലെ തന്നെ സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്നതിനും വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പം നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൂടി മൈൻഡിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഒരു അനാലിസിസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇന്ന് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ആണ് വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ തന്നെ ഈവനിങ്ങോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ബൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സെല്ലാണെങ്കിലും സ്കാൽപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്നത്തെ ഒരു ഇതിലാണെങ്കിൽ പോലും സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഓരോ റെസിസ്റ്റൻസ് ഏരിയകളിൽ നിന്നും അത്യാവശ്യം ഒരു 100 പിപ്സ് എങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സെല്ല് വേണമെങ്കിൽ സ്കാൽപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നിലവിൽ മാർക്കറ്റ് മുകളിലേക്ക് രാവിലെ നമുക്ക് കറക്റ്റ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൊമെന്റ് ആയിരുന്നു. അതിന് ചെറിയ രീതിയിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം ഒരു മാർക്കറ്റ് ന്യൂട്രലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്രലിൽ നിൽക്കുമ്പോൾ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നിലവിൽ ഒരു ഡയറക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു റിവേഴ്സ് ഡയറക്ഷനാണ്, ഒരു സെൽ ഡയറക്ഷനിലാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വേണം, അതായത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഈക്വൽ ആണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് വേണം ഫൈറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പോവാനായിട്ട്. അപ്പൊ ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4571 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4531.45 വരെയാണ് ലോവസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ നിലവിൽ ഒരു സെൽ ഡയറക്ഷനിൽ അത്യാവശ്യം ഒരു കൂടുതൽ ഒരു പോവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. 4531 ബ്രേക്ക് ചെയ്ത് വലിയൊരു റെഡ് ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും 4525, 515, 505ലേക്കൊക്കെ മാർക്കറ്റ് വളരെ വേഗത്തിൽ ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് 1 hour 2 hour ടൈം ഫ്രെയിം വരെ ബൈ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമുക്ക് ഡേ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ 4 hour ക്യാൻഡിൽ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സെല്ലിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു വളരെ ഹൈയിലേക്ക് പോയാലും വളരെ പെട്ടെന്ന് തന്നെ ഇത് താഴേക്ക് ഡൗൺ ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാം. ഓവറോൾ ഒരു മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലും ബൈയും എല്ലാം ഉണ്ടെങ്കിലും ഒരു ന്യൂട്രൽ, ഇത് ഡേ ക്യാൻഡിൽ എപ്പോഴും ഒരു ന്യൂട്രലിൽ നിൽക്കുന്നത് കൊണ്ടാണ് എപ്പോഴും ഒരു സൈഡ് വേസ് മാർക്കറ്റ് എപ്പോഴും വരികയും വളരെ പെട്ടെന്ന് തന്നെ SL എടുത്തിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം ഒരു മാർക്കറ്റ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇന്നത്തെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4558 മുതൽ 4570 വരെയുള്ള റേഞ്ചാണ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ. 4571 ബ്രേക്ക് ചെയ്ത് ഒരു വലിയ റെഡ് ക്യാൻഡിൽ നിന്നാൽ മാത്രമേ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് 4580, 4590, 4630 വരെയുള്ള ലെവലുകളിലേക്ക് പോവുകയുള്ളൂ. 4530 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4525, 4517, 4505 ലെവലിലേക്കൊക്കെ പോകും. 4505 ബ്രേക്ക് ചെയ്താൽ വീണ്ടും പഴയ പോലെ തന്നെ ഇന്നലത്തെ പോലെ തന്നെ 4486, 4470 റേഞ്ചുകളിലേക്കൊക്കെ മാർക്കറ്റ് പോകും. അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. ഓരോ സമയം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ സമയം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സമയവും നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് ചാർട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ട്രേഡ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കറക്റ്റ് അനാലിസിസും കറക്റ്റ് ചാർട്ട് എവിടെയാണ് നിൽക്കുന്നത്, നമുക്ക് ഓരോ ചാർട്ട് നോക്കുമ്പോൾ ചാർട്ട് എപ്പോഴും തന്നെ പെർഫെക്റ്റ് ആണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ ഏത് ടൈം ഫ്രെയിം ആണോ യൂസ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് എൻട്രി മിസ് ആവുകയും അതുപോലെ തന്നെ നമ്മുടെ TPയും ആ ഒരു ക്യാൻഡിൽ ഫിനിഷ് ചെയ്യുമ്പോഴത്തേന് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ TP എല്ലാം ഹിറ്റ് ആവുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കറക്റ്റ് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് തന്നെ കിട്ടുകയാണെങ്കിൽ, അതായത് ഓവറോൾ ട്രെൻഡും അതുപോലെ തന്നെ എല്ലാം ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് യാതൊരു ഒരു അപ് ട്രെൻഡോ ഒരു ഡൗൺ ട്രെൻഡോ വളരെ സ്മൂത്ത് ആയിട്ട് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് സൈഡ് വേസ് മാർക്കറ്റ് എപ്പോഴും നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു മാർക്കറ്റാണ്. പക്ഷെ ട്രേഡ് ചെയ്യാൻ
ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ട് സൈഡിലും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ നമ്മൾ ഗോൾഡിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.